ഞാൻ അമ്മാവനോട് ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം അവൻ ആദ്യത്തിനായിട്ട് തന്നെ ഇരുന്നു. സമയമാകുമ്പോൾ നമുക്ക് അമ്മാവനോടെല്ലാം പറയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പോയിട്ട് വരാം. ശരി. നിർത്ത്. എത്രയേട്ടാ? 50. 50. ആ ചേച്ചി പോവല്ലേ. സുശീലേച്ചി, ഞാനേ ചേച്ചിയെ കാണാൻ ഞാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. ഞാൻ വിളിച്ചപ്പോ ചേച്ചിയുടെ ഫോൺ എടുത്തില്ലല്ലോ. നീ വിളിച്ചായിരുന്നോ? ഞാൻ കേട്ടില്ല. എന്താ സുകുമാരി, പുതിയ വല്ല വിശേഷമുണ്ടോ? ഉണ്ട് ചേച്ചി. അതല്ലേ കാശ് നോക്കാതെ ഞാൻ ഓട്ടോ വിളിച്ചു വന്നത്. 30 രൂപയുടെ ഓട്ടത്തിന് ഞാൻ 50 രൂപയാ കൊടുത്തത്. ഓഹ്, നീ കാര്യം പറ സുകുമാരി. എന്റെ ചേച്ചി പറഞ്ഞതിന് അപ്പുറത്തെ കാര്യങ്ങള്. ഇന്നവിടെ പുതിയൊരുത്തം വന്നു ചേച്ചി. വലിയൊരു വണ്ടി ഓടിച്ച് നല്ല മാസിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനെ അച്ഛ വീട്ടിലോട്ട് കയറി പോകുന്ന പോലെയല്ലേ കയറിപ്പോയത്. എനിക്ക് തോന്നതേ മറ്റോനെ പോലെ ഇവനൊരു സ്ഥിരം കുറ്റിയാന്നാ. അധികാരത്തോടെ കേറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് രഘുവായിരിക്കണം. ഇവൾക്കവനെ പരിചയമില്ലാത്തത് നന്നായി. ചേച്ചിക്കെന്താ ഞാൻ പറഞ്ഞിട്ടൊരു വിശ്വാസം ഇല്ലാത്ത പോലെ? നിന്നെ എന്തിനാ സുകുമാരി ഞാൻ അവിശ്വസിക്കുന്നേ? അവളെ എനിക്കറിയില്ലേ. എന്നാൽ ഈ പുതിയവൻ ആരായിരിക്കുന്ന ഞാൻ ആലോചിക്കുന്നേ.